സ്വാമി ശരണം ഇന്ന് വൃശ്ചികം വന്നാണ് കേട്ടോ. മണ്ഡലകാല ആരംഭമായി. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. നേരെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. 10 മീറ്റർ ദൂരെ കാണത്തുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് നോക്കിയാലേ കാണാം. അപ്പോൾ നേരെ ഞാൻ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ചു. അമ്പലത്തിൽ നിന്ന് തിരുമേനി തന്നെയാണ് എനിക്കിന്ന് കൈനീട്ടമൊക്കെ തന്നത് കേട്ടോ. അപ്പോൾ തിരുമേനിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ചു, ചുറ്റമ്പല പ്രദർശനമൊക്കെ നടത്തി. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ തൊഴാൻ പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ തിരിച്ച് വന്നപ്പോഴത്തേന് തുമ്പൂസ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ പിന്നെ തുമ്പൂസിന് കൈനീട്ടം കൊടുത്തു, എനിക്ക് തുമ്പൂസ് കൈനീട്ടം തന്നു. അങ്ങനെ പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയി കേട്ടോ. അടുക്കളയിൽ ദോശയുടെ മാവയ്ക്ക് ഒന്ന് കലക്കി വെച്ചു. പിന്നെ ഇത് ചക്കക്കുരു മെഴുക്കുവരട്ടി കണ്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. തുമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സവാളയും കാന്താരിയും ചക്കക്കുരു ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് അടുപ്പത്താക്കി. പിന്നെ ദോശയ്ക്ക് നേരെ വെള്ളച്ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ. അപ്പോൾ അതിന് കടുക് വറുത്തെടുത്തു. അപ്പോൾ ദോശയും തുമ്പൂസിന് പ്ലെയിൻ ദോശയാണ് കേട്ടോ ഇഷ്ടം തുമ്പൂസിന്. അപ്പോൾ തുമ്പൂസിന് പ്ലെയിൻ ദോശയും ചുട്ടു. ഈ ചമ്മന്തിയായിട്ട് തുമ്പൂസിന് കഴിക്കാൻ കൊടുത്തു. പിന്നെ അതുപോലെ അന്നേരത്തിന് ചക്കക്കുരു മെഴുക്കുവരട്ടിയായി. അങ്ങനെ തുമ്പൂസിൻ്റെ ടിഫിൻ റെഡിയായി. ചക്കക്കുരു മെഴുക്കുവരട്ടിയും ചോറും മാങ്ങാച്ചാറും മോരുമാണ് തുമ്പൂസിൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്. അപ്പോൾ പിന്നെ മീൻകറി ഉച്ചക്കത്തേക്ക് അത് റെഡിയാക്കി കേട്ടോ. അപ്പം തന്നെ എൻ്റെ അടുക്കളയിൽ ജോലിയൊക്കെ തീർന്നു കേട്ടോ. എൻ്റെ കിച്ചൺ ജോലിയൊക്കെ തീർന്നു. അപ്പോഴത്തേന് തുമ്പൂസിന് ഒരു 7:45 തുമ്പൂസിൻ്റെ സ്കൂൾ ബസ് വന്നു. അങ്ങനെ തുമ്പൂസ് ടാറ്റ പറഞ്ഞു പോയി. അപ്പോൾ 1-ാം തീയതി രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കൈനീട്ടമൊക്കെ കിട്ടി. അപ്പോൾ കൈനീട്ടം കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റ ബൈ.